വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ആദ്യ അറസ്റ്റ് SIT നടത്തിയിരിക്കുന്നു. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെയാണ് SIT പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തിയതിനു ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം സംബന്ധിച്ച അന്വേഷണ സംഘത്തിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിനല്ല, മറിച്ച് പ്രചരിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ ജിതിൻ ഭാസ്കറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. IPC 153A വകുപ്പ് ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ SP T ഷറാഫിന്റെ നേതൃത്വത്തിലുള്ള SIT സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കാഫിർ സ്ക്രീൻഷോട്ട് പല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജിതിൻ ഭാസ്കറിനെതിരെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം സംബന്ധിച്ച അന്വേഷണ സംഘത്തിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ SP നൽകിയിരിക്കുന്ന പ്രതികരണം. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഈ അന്വേഷണം SIT രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അന്വേഷണം നടക്കട്ടെ എന്നാണ് വടകരയിൽ CPMന്റെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പ്രതികരിച്ചത്. ഇപ്പോൾ ഒരറസ്റ്റ്, അതൊരു DYFI നേതാവിന്റെ അറസ്റ്റിലേക്ക് വരുമ്പോൾ CPMന്റെ പ്രതികരണം, അവർ ഏത് രീതിയിൽ ഈ അന്വേഷണത്തെ കാണുന്നു? ഒരു രാഷ്ട്രീയ മാനം ആരോപിക്കാൻ അവർ തയ്യാറാകുമോ? CPIM ഈ കാര്യത്തിൽ നേരത്തെ തന്നെ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് പ്രഖ്യാപിച്ചത്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ SIT രൂപീകരിച്ച സമയത്ത് അന്ന് വടകരയിൽ സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പലിന് എതിരെ മത്സരിച്ച CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ ടീച്ചർ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും. എന്നാൽ അതേ സമയത്ത് ഈ സ്ക്രീൻഷോട്ട് അന്വേഷണം ഇങ്ങനെ CPIMലേക്ക് എത്തിയിരിക്കുന്നു. ഒരു പ്രതിയെ CPMന്റെ പ്രാദേശിക പ്രവർത്തകൻ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുന്നു. ജിതിൻ ഭാസ്കരൻ CPMന്റെ വടകരയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പ്രവർത്തകരിൽ ഒരാളാണ്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്നാൽ അതിലിപ്പോൾ CPMന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഉറവിടം ഇപ്പോഴും പോലീസ് കണ്ടെത്തിയിട്ടില്ല. പ്രചരിപ്പിച്ച ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അതിലേക്ക് അന്വേഷണം നീങ്ങുന്നു. ഞാൻ അല്പം മുൻപ് റൂറൽ SP, അതായത് ഈ SITയുടെ മേധാവിയായ റൂറൽ SP T ഫറാഷിനെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തത്. സൈബർ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. അതായത് ജിതിൻ ഭാസ്കർ ആദ്യഘട്ടത്തിൽ തന്നെ കാഫിർ സ്ക്രീൻഷോട്ട് വിവിധ ഗ്രൂപ്പുകളിലേക്ക് പ്രചരിപ്പിച്ചു. ഇതാണ് SIT കണ്ടെത്തിയത്. മറ്റൊന്ന്, ഈ പ്രചരിപ്പിച്ച തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ജിതിൻ ഭാസ്കർ ശ്രമിച്ചു. ഇത് രണ്ടും കൃത്യമായി ശാസ്ത്രീയമായി അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ IPC വകുപ്പ് പ്രകാരം, അതായത് IPCയിലെ 153A വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചേർക്കും. അതായത് ഒന്ന്, തെളിവുകൾ നശിപ്പിക്കൽ വകുപ്പ്. മറ്റു 120B പോലുള്ള ഗൂഢാലോചന കുറ്റത്തിലേക്കൊക്കെ പോകണമെങ്കിൽ സ്വാഭാവികമായും ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം. പക്ഷേ എന്നാൽ ഉറവിടം ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ SIT ഉറവിടത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമായി വന്ന ഒരു SIT ആണ്. അതായത് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. ആ ഭരണമാറ്റത്തിലെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഒരു SIT രൂപീകരിക്കുന്നു. അത് നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച മർദ്ദനത്തെ ചൊല്ലിയാണ്. പക്ഷേ തൊട്ടു പുറകെ മറ്റൊരു SIT, അത് തെക്കൻ കേരളത്തിലാണെങ്കിൽ വടക്കൻ കേരളത്തിലെ SIT വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വരുന്നു. ആ കേസിലാണ് 20 ദിവസം കൊണ്ട് ആദ്യത്തെ അറസ്റ്റ് നടക്കുന്നു. ആ അറസ്റ്റിൽ CPMന്റെ പ്രാദേശിക പ്രവർത്തകൻ, DYFIയുടെ പ്രാദേശിക നേതാവ് അറസ്റ്റിലാകുമ്പോൾ CPIM എന്തു പറയുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ്. ദിൽന, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത് ആദ്യ അറസ്റ്റ് പുനരന്വേഷണത്തിന് ഇടയിൽ നടക്കുന്നത്. നേരത്തെ ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് തുടരുന്നുണ്ട്. ദീപക്, ജിതിനെ കഴിഞ്ഞ ഈ SIT രൂപീകരിച്ച ആദ്യ ദിവസങ്ങൾ തന്നെ ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. അന്ന് റിബേഷ് ഉൾപ്പെടെയുള്ള ആളുകളെയും അവരിൽ നിന്നും മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. റിബേഷ് പറഞ്ഞത് തനിക്ക് ജിതിനിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത് എന്നാണ്. പക്ഷേ ഉറവിടം എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കൃത്യമായി വിവരങ്ങളില്ല. അന്ന് നേരത്തെ ചോദ്യം ചെയ്ത കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുക എന്ന നിലയിലേക്കാണോ അടുത്ത ഘട്ടത്തിൽ SIT പോകുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ആദ്യ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നു. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റാണ് ഇപ്പോൾ SIT രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നതാണ് ജിതിൻ ഭാസ്കറിനെതിരെ SIT കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. എന്നാൽ ഇതിന്റെ ഉറവിടം, ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം എവിടെ എന്ന കാര്യത്തിൽ, ഏത് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.